السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ വിധികർത്താക്കളെ, ഉസ്താദുമാരെ, SSFന്റെ കർമ്മധീരരായ കൂട്ടുകാരെ, SSF സാഹിത്യോത്സവിൻ്റെ ധർമ്മധന്യമായ ഈ വേദിയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗുണങ്ങളും ദോഷങ്ങളും എന്നതാണ്. നമ്മുടെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI എന്ന് പറയുന്നത്. മനുഷ്യരെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും യന്ത്രങ്ങളെ പ്രാപ്തമാക്കുന്ന അത്ഭുത സാങ്കേതിക വിദ്യയാണിത്. മുൻകാലങ്ങളിൽ സയൻസ് ഫിക്ഷൻ കഥകളിൽ മാത്രം നാം കണ്ടിരുന്ന പല കാര്യങ്ങളും AI ഇന്ന് നമ്മുടെ കൈവെള്ളയിൽ എത്തിച്ചു തരികയാണ്. ChatGPTയും വോയിസ് അസിസ്റ്റന്റും ഗൂഗിൾ മാപ്പും എല്ലാം ഇതിൻ്റെ നിത്യജീവിത ഉദാഹരണങ്ങളാണ്. മനുഷ്യജീവിതത്തെ AI വിപ്ലവകരമായ രീതിയിൽ മാറ്റം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും AI വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനം എളുപ്പമാക്കുവാനും ഭാഷ പഠിക്കുവാനും AI സഹായിക്കുന്നു. ആരോഗ്യരംഗത്താകട്ടെ മാരകമായ രോഗങ്ങൾ പോലും വേഗത്തിൽ കണ്ടെത്താൻ ഡോക്ടർമാരെക്കാൾ വേഗത്തിൽ AIക്ക് സാധിക്കുന്നു. യാത്ര, ബിസിനസ്, ബാങ്കിംഗ്, കൃഷി തുടങ്ങി സമസ്ത മേഖലകളിലും AI ഇന്നൊരു അവിഭാജ്യ ഘടകമാണ്. എന്നാൽ നന്മയുടെ മറുപുറത്ത് ചില ആശങ്കകളുമുണ്ട് മനുഷ്യന്. AI അമിതമായി ആശ്രയിക്കുന്നത് മനുഷ്യന്റെ ചിന്താശേഷിയെയും സർഗാത്മകതയെയും കുറയ്ക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ എല്ലാ കാര്യങ്ങൾക്കും AIക്ക് പിന്നാലെ പോയാൽ പഠനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം തകരും. തൊഴിലില്ലായ്മയും സൈബർ സുരക്ഷാ ഭീഷണികളും വ്യാജ വാർത്തകളും ഇതിന്റെ മറ്റൊരു ഇരുണ്ട വശവുമാണ്. അപ്പോൾ AI നല്ലതോ മോശമോ എന്ന് ചോദിച്ചാൽ, കത്തിയുണ്ടാക്കിയത് പച്ചക്കറി എരിയാനാണ്, കഴുത്തറുക്കുവാനല്ല. അതുപോലെ തന്നെയാണ് AIയും. അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. ഇവിടെയാണ് നാം യന്ത്രവും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയേണ്ടത്. AIക്ക് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിന്റെ ചലനങ്ങൾ അറിയാം, പക്ഷേ നൊന്തു പ്രസവിച്ച ആ ഉമ്മയോടുള്ള കടപ്പാടറിയില്ല. AIക്ക് പ്രണയം എന്ന വാക്കിന്റെ അർത്ഥം അറിയാം, പക്ഷേ അതിന്റെ മനോഹാരിതയും സൗരഭ്യവും അറിയില്ല. AIക്ക് മരണം എന്നതിന്റെ നിർവചനം അറിയാം, പക്ഷേ ഉറ്റവർ വേർപിരിഞ്ഞു പോകുമ്പോഴുള്ള നെഞ്ചിന്റെ ശൂന്യത അറിയില്ല. അതാണ് മനുഷ്യൻ. നമ്മുടെ വികാരങ്ങളാണ് നമ്മുടെ ബലം. AIക്ക് വികാരങ്ങളില്ല, അതുകൊണ്ട് തന്നെ ബലവുമില്ല. AIയെ കൊണ്ട് നാം ചിത്രങ്ങൾ വരപ്പിക്കണം, ഭാവന നമ്മുടേതാകണം. AIയെ കൊണ്ട് നാം കണക്കുകൾ കൂട്ടണം, കണക്കു കൂട്ടുന്നത് എന്തിന് എന്ന ലക്ഷ്യം നമ്മുടേതാകണം. AI നമ്മെ ഭരിക്കുകയല്ല, നാം AIയെ ഭരിക്കുകയാണ് വേണ്ടത്. നാം എഴുതിയ കഥയിലെ കഥാപാത്രം മാത്രമാകണം AI. കഥാകൃത്ത് നമ്മുടേതാകണം. പ്രിയപ്പെട്ട SSFന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, പുതിയ ലോകം, പുതിയ തൊഴിലവസരങ്ങളുടെ വലിയൊരു വാതിൽ നമുക്ക് മുമ്പിൽ AIയിലൂടെ തുറന്നു തരുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യയിൽ നാം കൂടുതൽ അറിവ് നേടണം. ഇസ്ലാമിക വിപ്ലവത്തിന്റെ ചാലശക്തികളായ നമ്മൾ ഒട്ടും പിന്നിലായി പോകരുത്. വിവര സാങ്കേതിക വിദ്യയെ മനുഷ്യന്റെ നന്മയ്ക്കും ലോകത്തിന്റെ പുരോഗതിക്കുമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ മനുഷ്യരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടുതൽ അകറ്റാതെ അടുത്തുകൊണ്ടുവരട്ടെ എന്ന പ്രത്യാശയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.